ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ളൊരു പ്രശ്നമാണ്. ആളുകൾ കൂടുതലും ഡിപ്രഷനും ആങ്സൈറ്റിയും, ലൈഫ് ഒരു ഡിസോർഡറാണ്, ബിസിയാണ്, ഫുൾ ഇതാണ്. ഇപ്പം നേരത്തെ പറയല ഹുദ അങ്ങനെ പിൻപറ്റി പോവുകയാണെങ്കിൽ ശരിക്കും മറ്റേ അള്ളാൻ്റെ സ്മരണ കൊണ്ട് നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയും. ഈ പരിശുദ്ധ ഖുർആനിലൂടെ പോകുമ്പോഴല്ലേ നമുക്ക് ആ ഒരു പീസ്ഫുൾ ലൈഫ്. അതെ, അത് ഖുർആൻ തന്നെ പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന്. അത് നമ്മളിപ്പോൾ പലപ്പോഴും ധരിക്കാറുള്ള ദിക്റുള്ള എന്ന് പറയുന്നത് ഇങ്ങനെ നാവ് ഇങ്ങനെ ഉരുവിടുക. ദിക്ർ അത് പ്രധാനം, പക്ഷെ അതിനേക്കാളപ്പുറം അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ദിക്ർ എന്ന് പറയുന്നത് ഖുർആനാണ്. കാരണം അതുകൊണ്ടാണ് ഖുർആൻ തന്നെ പറയുന്നത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നുള്ളത് പറയുന്നു. വ അൻസൽനാ ഇലൈക ദിക്റ, ഇതൊക്കെ ഖുർആനാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഖുർആനിനെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ജീവിതം എന്ന് പറയുന്നത് തീർത്തും, അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻക, കുടുസായൊരു ജീവിതാനുഭവമാണ്. അപ്പോൾ അത് നമ്മൾക്ക് തന്നെ ചിലപ്പോൾ തോന്നുന്നുണ്ടായി അങ്ങനെയൊക്കെ ഉണ്ടോ, ഖുർആനിലൂടെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. പക്ഷേ അത് ഖുർആനിലൂടെ അങ്ങ് നമ്മൾ ചേർത്ത് വെക്കുമ്പോഴേ നമുക്കത് ബോധ്യമാവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപക്ഷെ ഖുർആൻ നടത്തിയൊരു പ്രയോഗമുണ്ട്. ഖുർആനെ കുറിച്ച് അള്ളാഹു തന്നെ പറയുന്നത് ഷിഫാഉൽ ലിമാ ഫി സുദൂർ എന്നൊരു പ്രയോഗം നടത്തിയത്. അത് തന്നെ സൂക്ഷ്മമാണ് ശരിക്കും. ഇപ്പോൾ നമ്മൾ ഹൃദയങ്ങളിലുള്ളതിൻ്റെ ശമനമാണ് എന്നാണ് ഷിഫ എന്ന് പറയും. പക്ഷേ ശരിക്കും നമ്മൾ പറയേണ്ടിയിരുന്നത് നമ്മുടെ ഭാഷയിലനുസരിച്ച് ഇപ്പോൾ പറയാമെന്ന് വെച്ചാൽ, ഇപ്പോൾ പനിക്കുള്ള മരുന്ന് ആണ് പാരസെറ്റമോൾ എന്ന് നമ്മൾ പറയും, പക്ഷെ മരുന്ന് എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ അള്ളാഹ് പറയുന്നത് മരുന്നെന്ന് പോലുമല്ല പറയുന്നത്, ശമനമാണ്. അതിൽ വേറൊരു ഡൗട്ടില്ല. അത്രമാത്രം എന്താ പറയുക, സെർട്ടനായിട്ട് അള്ളാഹു പറയാനില്ല, അത് ശമനം ഇത് തന്നെയാണ്.